എല്ലാവർക്കും ദീപയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൊറോണ ആയതുകൊണ്ട് തന്നെ 2 വർഷത്തിലധികമായി നമ്മൾ നല്ല പോലെ ഒരു ഓണം ആഘോഷിച്ചിട്ട് ആ ഓണമാണ് നമുക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. പണ്ട് മാവേലി നാട് വാണിടുന്ന കാലം നമ്മള് ഒരിക്കലും പട്ടിണിയിലായിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവരും ഒരേപോലെ ആയിരുന്നു. അതാണ് കവികൾ ഇന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന മാവേലി നാട് വാണിടുന്ന കാലം. ആ പാട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കള്ളമില്ല, ചതിയില്ല, അങ്ങനെ കറുത്തവനോ വെളുത്തവനോ ഉള്ള വേർതിരിവില്ല. അങ്ങനെ ഒരു വിധത്തിലുമുള്ള വേർതിരിവുകൾ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു രാജാവല്ലായിരുന്നിട്ടും മാവേലിയെ അന്നുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിരുന്നു. മാവേലി ഇന്നും ഈ തലമുറയുടെയും മനസ്സിൽ നിലനിൽക്കാൻ കാരണവും ഇത് തന്നെയാണ്. മാവേലിയുടെ ഈ ഭരണം കണ്ട് അസൂയാലുക്കളായ ദേവന്മാർ അവരുടെ ദേവലോകത്തെ സ്ഥാനം പോകുമോ എന്ന് പേടിച്ച് ഇത് മഹാവിഷ്ണുവിനോട് പറയുന്നു. തുടർന്ന് മഹാവിഷ്ണു തന്റെ വാമനാവതാരത്തിൽ മഹാബലിയെ കാണാൻ ചെല്ലുന്നു. ഒരു ദരിദ്ര ബ്രാഹ്മണനായിരുന്നു വാമനൻ. കഷ്ടതകളിൽ പെട്ടെന്ന് തന്നെ മനസ്സലിയുന്ന മഹാബലി വാമനനെ വിശ്വസിച്ചു. തനിക്ക് താമസിക്കാൻ 3 അടി മണ്ണ് വേണം എന്നാണ് വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടത്. അത് അദ്ദേഹം സന്തോഷത്തോടെ അനുവദിക്കുകയും ചെയ്തു. ഭൂമിയും പ്രപഞ്ചവും 2 അടിക്കുള്ളിൽ തന്നെ തന്റെ കാൽക്കീഴിലാക്കിയ വാമനന് 3ാമത്തെ അടിക്കുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദാനശീലനായ മാവേലി തന്റെ ശിരസ് 3ാമത്തെ അടിക്കായി കാണിച്ചു കൊടുത്തു. അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താക്കുന്നു. പിന്നെ വർഷത്തിൽ ഒരിക്കൽ തന്റെ പ്രജകളെ കാണാനുള്ള അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകുന്നു. ഇതൊക്കെയാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങളായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഓണക്കോടി എടുക്കുന്നതും പൂക്കളമിടുന്നതും ഓണക്കളികളും ഒക്കെയാണ്. ഓണം ഒരു ഉത്സവമാണ്. അതുപോലെ തന്നെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഓണം. ഇന്നേ ദിവസം മലയാളികൾ ലോകത്തിന്റെ ഏത് കോണിലായാലും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ സദ്യ ഒരുക്കുന്നുണ്ട്. ഗായ്സ്, അപ്പൊ പറഞ്ഞു പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ ഓണസദ്യ കഴിച്ചിട്ട് വരാം. സദ്യയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ ചിക്കനും മട്ടനും ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഓണസദ്യയുടെ ടേസ്റ്റ് വേറെ എവിടെ നിന്നും കിട്ടില്ല. ആ പരിപ്പൊക്കെ ഒഴിച്ച് പപ്പടമൊക്കെ പൊടിച്ച് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഗായ്സ്, അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഈ ഓണം വളരെ നല്ലതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.